അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യരെ 4 കാറ്റഗറിയിലാണ് മനഃശാസ്ത്രജ്ഞർ സ്വഭാവത്തിൻ്റെ വിഷയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ഒന്നാമത്തെ വിഭാഗം റെഡ് പൊസിഷനിൽ നിൽക്കുന്നവരാണ്. സത്യത്തിൽ അവർ വലിയ സമ്മർദ്ദങ്ങളും വലിയ ഒരു ഡേഞ്ചർ പൊസിഷനിലാണ് അവർ നിൽക്കുന്നത്. മറ്റൊരാളെ പറഞ്ഞ് ഉപദേശിച്ച് നന്നാക്കുവാനോ മറ്റുള്ളവർ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ സ്വീകരിക്കാനോ ഉൾക്കൊള്ളാനോ തീർച്ചയായിട്ടും ഇവർക്ക് കഴിയില്ല. 4 ലക്ഷണങ്ങളാണ് അവർക്കുള്ളത്. ഒന്ന്, റെഡ് പൊസിഷനിലുള്ളവർ 4 വിശേഷണങ്ങൾ ഉണ്ടാകാം, 4-ൽ ഏതെങ്കിലും ഒന്നുണ്ടാകാം. ഒന്ന്, പെട്ടെന്ന് ദേഷ്യം പിടിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ തെറ്റിദ്ധരിക്കുക, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പിണങ്ങുക, അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ സങ്കടപ്പെടുക. ഈ 4-ൽ ഏതെങ്കിലും ഒന്നോ നമ്മൾക്കുണ്ടെങ്കിൽ ഓർക്കുക, നമ്മൾ റെഡ് പൊസിഷനിലാണ്. എന്ന് പറഞ്ഞാൽ ഡേഞ്ചർ സ്ഥിതിവിശേഷമാണ് നമ്മുടേത്. മറ്റൊരാളെ ഉപദേശിച്ച് നന്നാക്കാൻ നമുക്ക് കഴിയില്ല. ഉപദേശിച്ചാൽ അത് വെളുക്കാൻ തേച്ചത് പാണ്ടാവാം. മറ്റുള്ളവർ നമുക്ക് നന്മയ്ക്ക് വേണ്ടി ഉപദേശിച്ചു കഴിഞ്ഞാലും അത് വലിയൊരു പ്രശ്നങ്ങളിലേക്കെത്താം. ഉൾക്കൊള്ളാൻ കഴിയില്ല. മറ്റുള്ളവരോട് എപ്പോഴും എങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പകയോടും വിദ്വേഷത്തോടും കൂടെയുള്ള പ്രതികരണമായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരുമായി ഒരു പരിധിവരെ ആ ഒരു പൊസിഷനിൽ നിന്നവർ ഗ്രീൻ പൊസിഷനിലേക്ക് വരുന്നത് വരെ മാറി നിൽക്കുകയോ അകന്നു നിൽക്കുകയോ ചെയ്യലാണ് ഏറ്റവും നമുക്ക് സമാധാനത്തിൽ നന്ന്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഇന്നൽ ഗളബ യുത്ഫു നൂറൽ ഈമാൻ. കോപം എന്നുള്ളത് ചിലപ്പോൾ വിശ്വാസത്തിൻ്റെ പ്രഭയെ കെടുത്തിക്കളയാൻ മാത്രം ആ ജ്വാലക്ക് കഴിവുണ്ട്. അതുകൊണ്ട് ഓർക്കുക, നമ്മുടെ അകം സമാധാനത്തിലും സന്തോഷത്തിലും ഒക്കെ ആകുമ്പോൾ യാണ് ഇതിൽ നിന്ന് മാറുക. ഗ്രീൻ പൊസിഷൻ എന്ന് പറയുന്നത് അത് വളരെ ഉന്നതമായിരിക്കുന്ന ഒരു സ്റ്റേജാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ സൽഗുണസമ്പന്നരായ സത്യവിശ്വാസികളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.